പ്രചാരണത്തിന് 1.5 മാസമുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലാണ് കേരളത്തിലെ മുന്നണികളെല്ലാം. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വരും ദിനങ്ങളിൽ തന്നെ തങ്ങളുടെ മത്സരാർത്ഥികളെ രംഗത്തിറക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസും ബിജെപിയും. തെരഞ്ഞെടുപ്പ് നേരിടാൻ സന്നദ്ധമാണെന്ന് സംസ്ഥാനത്തെ 3 മുന്നണി നേതാക്കളും പ്രതികരിച്ചു. ഒരു മാസം മുൻപ് തന്നെ കേരളത്തിലെ മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. LDFും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് ജാഥകൾ പൂർത്തീകരിച്ചു. ബിജെപിയുടെ മേഖലാ ജാഥകൾ നടക്കുകയാണ്. LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു മുഴം നീട്ടിയെറിഞ്ഞപ്പോൾ കോൺഗ്രസും ബിജെപിയും ഇതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടില്ല. CPM സ്ഥാനാർത്ഥികൾ വരും ദിവസങ്ങളിൽ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി നിർണയം വൈകരുതെന്ന നിലപാട് മറ്റ് 2 മുന്നണികളിലുമുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തലുകളാകും തെരഞ്ഞെടുപ്പെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തനങ്ങളെയും വിലയിരുത്തും, സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തനത്തെയും വിലയിരുത്തും. സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തനത്തെ വിലയിരുത്തിയാൽ ഇടതുപക്ഷ മുന്നണിക്ക് നല്ല വിജയം കേരളത്തിൽ കിട്ടും. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ എത്രയും വേഗം പ്രഖ്യാപിക്കുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഞങ്ങൾ ഈ CPM പോലെ ഒരു പ്രാദേശിക പാർട്ടിയല്ലല്ലോ. ഞങ്ങൾക്ക് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ട അഖിലേന്ത്യാ പാർട്ടിയാണ്. BJPക്കും NDAയ്ക്കും അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നായിരുന്നു PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. BJP മാത്രമല്ല NDAയിലെ ഘടകകക്ഷികളെല്ലാം മുൻകൂട്ടി തന്നെ തെരഞ്ഞെടുപ്പിന് ഉള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ധാരാളം സമയമുണ്ടെന്നും ധൃതിപ്പെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. മീഡിയ 1 തിരുവനന്തപുരം.